ഭംഗിയായിട്ട് അനിയന്റെ കട തുറപ്പൊക്കെ കഴിഞ്ഞു. 9-നും 10-നും ഇടയ്ക്കായിരുന്നു അവന്റെ ഷോപ്പ് ഇനോഗ്രേഷൻ. 10:40 എനിക്ക് നമ്മുടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് കന്യാകുമാരി ടു പൂനെ എക്സ്പ്രസ്സിൽ കടപ്പയ്ക്ക് പോകാനുള്ള ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിരുന്നു. ഞാൻ കടപ്പയിൽ ഒരു ഡിഗ്രി പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്റെ മാർക്ക് ഷീറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. ഞാൻ വേറെയും ചില കലാപരിപാടികളൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ പ്രമാണിച്ച് അങ്ങ് സ്ഥലം വിട്ടു. എന്ത് ഡിഗ്രിയാണ്, എന്തിനാണ് ഞാൻ പഠിക്കുന്നത് ഒക്കെ വിശേഷങ്ങൾ ഞാൻ പിന്നെ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് പറയാം. പിന്നെ നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും ഈ പ്രായത്തിലും ചേച്ചി പോയി പഠിക്കുകയൊക്കെ ചെയ്യുന്നല്ലോ, ഭയങ്കര ബുദ്ധിയായിരിക്കും എന്നൊക്കെ. അങ്ങനെയൊന്നല്ല, അറിയാതെ ഒരു അബദ്ധത്തിൽ ചാടിയതാ. ഇനിഷ്യൽ ഡേയ്സിലൊക്കെ കടപ്പാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം മിക്കവാറും തമിഴ് സിനിമയിലൊക്കെ കടപ്പാന്നൊക്കെ കാണിക്കുന്ന വില്ലന്മാരായിരിക്കും. കടപ്പ കണ്ട റെഡ്ഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അത് അങ്ങനത്തെ ഒരു ഏരിയയേ അല്ല. ട്രിവാൻഡ്രത്തിരുന്ന് രാവിലെ 10:45 കയറിയ പിറ്റേന്ന് രാവിലെ 7 മണിക്ക് നമുക്ക് കടപ്പയിൽ ഇറങ്ങാം. പക്ഷെ ഈ കന്യാകുമാരി പൂനെ എക്സ്പ്രസിന് എപ്പോഴും ഒരു ഡിലേ ഉണ്ടാവും. കാണുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ആ ഒരു വണ്ടി നിർത്തും. ആക്ച്വലി രാവിലെ 6:30 കഴിയുമ്പോൾ നമ്മൾ കടപ്പ എത്തേണ്ടതാ. പക്ഷെ ഞാൻ എത്തുമ്പോൾ 7:15. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് പോവാൻ ചേച്ചിക്ക് മടിയില്ലേ? മടിയില്ല. യാത്ര എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. അത് ഒറ്റയ്ക്കുള്ള യാത്രയാണെങ്കിൽ പിന്നെ പറയണ്ട.